നമസ്കാരം. മകനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ചില ഭാരങ്ങൾ വർദ്ധിക്കുന്നതിനാലും ചുമതലകൾ വേണ്ടി വരുന്നതിനാലും ഈ ദൂരയാത്രകളൊക്കെ വേണ്ടി വരുന്നതിനാലും ചില ചുമതലകൾ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാനിടയുണ്ടെങ്കിലും എല്ലാം വേണ്ട വിധത്തിൽ അവലംബിക്കുവാനും അവതരിപ്പിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ പല ദിവസങ്ങളിലും ഒരുപക്ഷെ അവധി ദിനത്തിൽ കൂടി ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഏപ്രിൽ മാസം 15-ാം തീയതി വരെയും വേണ്ടി വരുവാനിടയുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ പലപ്പോഴും പരസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഔദ്യോഗികമായിട്ടും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും അധികാരപരിധി വർദ്ധിക്കുവാനിടയുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ സ്വല്പം വ്യതിചലനം വന്നു ചേരും. എന്നാൽ അവിചാരിതമായി പല കാര്യങ്ങളും അനുകൂലമായി തീരുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഏതു വിധത്തിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം വേണ്ടി വരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗമുള്ളത്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് സ്വല്പം പരസഹായം തേടിക്കൊണ്ടും സഹപ്രവർത്തകരുടെ സഹായം തേടിക്കൊണ്ടും മാത്രമേ അനുകൂലമായി തീരുകയുള്ളൂ. പലപ്പോഴും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ അവലംബിക്കുകയായിരിക്കും നന്നാവുക. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കണം. പരീക്ഷ മുതലായവയിലൊക്കെ തന്നെ അവതരിപ്പിക്കുവാനായിട്ട് കഴിവും പ്രാപ്തിയും അറിവും ഉണ്ടെങ്കിലും വേണ്ട വിധത്തിൽ ഓർമ്മശക്തി കുറയുവാനാണ് യോഗമുള്ളത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് ഒരു പരിധിവരെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ ഉപകരിക്കും. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ ബന്ധുമിത്രാദികളുടെ നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. മുൻകാല പ്രാബല്യത്തോടുകൂടി പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനിടയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുവാൻ വിദഗ്ധമായുള്ള നിർദ്ദേശം വേണ്ടിവരും. അന്തരീക്ഷത്തിലെ വ്യതിയാനത്താൽ പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ പല ദിവസങ്ങളിലും പ്രകൃതി ജീവന ഔഷധ രീതിയും ഭക്ഷണ ക്രമീകരണവും നിർബന്ധമായിട്ടും വേണ്ടി വരുവാനിടയുണ്ട്. പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി ഒരു പക്ഷേ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. പൊതുവെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അഗ്നി ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളും പദ്ധതി സമർപ്പണമൊക്കെ തന്നെ പരമാവധി ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. ഇതാണ് മകനക്ഷത്രക്കാരുടെ ഈ മാർച്ച് മാസത്തിലെ ഫലങ്ങൾ. നമസ്കാരം.